ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൽബിൻ ടോക്സിൽ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഒത്തിരി ആളുകൾ ഈ അടുത്ത സമയങ്ങളിൽ എന്നോട് ചോദിച്ച ഒരു വിഷയം കൂടിയാണിത്. ആ ഒരു വിഷയം ഇതാണ്: മോട്ടിവേഷൻ വേഴ്സസ് എഡ്യൂക്കേഷൻ. MLM ഇൻഡസ്ട്രിയിൽ നമ്മൾ നെറ്റ്വർക്കിൽ നല്ല രീതിയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് മോട്ടിവേഷൻ ആണോ എഡ്യൂക്കേഷൻ ആണോ? ഇതാണ് വളരെയധികം പ്രസക്തമായിട്ടുള്ള ചോദ്യം. ആദ്യമേ തന്നെ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറയാം, മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്നും നമ്മളുടെ കൂടെ നമ്മളുടെ ഓൺ ആയിട്ട് വേണ്ട ഒരു കാര്യമാണ്. അഥവാ സെൽഫായിട്ട് വരുന്ന മോട്ടിവേഷനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. പക്ഷേ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഓരോ അപ്ഡേറ്റിനനുസരിച്ചും ഓരോ കാര്യങ്ങൾ മാറുന്നതിനനുസരിച്ചും ഓരോ വർഷങ്ങൾ മാസങ്ങൾ മാറുന്നതിനനുസരിച്ചും നമ്മൾ അപ്ഡേറ്റ് ആയി വന്നുകൊണ്ടേ ഇരിക്കേണ്ട ഒരു കാര്യമാണ് എഡ്യൂക്കേഷൻ. അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കൊരു ഓവറോൾ പറയാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം, മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ അത് നമുക്ക് എഡ്യൂക്കേഷനിലൂടെ തന്നെയാണ് കിട്ടുന്നത്, അപ്ഡേറ്റ്സിലൂടെ തന്നെയാണ് കിട്ടുന്നത്. നമുക്ക് ഓവറോൾ പറയാൻ വേണ്ടി പറ്റും. മോട്ടിവേഷനും വേണം, എഡ്യൂക്കേഷനും വേണം. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഒന്ന് വളരെ പ്രധാനപ്പെട്ടതായിട്ടോ ഒന്നാണ് ഏറ്റവും കൂടുതൽ വേണ്ടതെന്നോ അങ്ങനെ ഒന്നും തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ എഡ്യൂക്കേഷനിലൂടെ മോട്ടിവേഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ അതാണ് സ്റ്റേബിൾ ആയിട്ട് എന്നും നിലനിൽക്കുന്ന ഒരു അറിവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് മോട്ടിവേഷന്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത്, എന്താണ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് നിങ്ങളിലേക്ക് അറിയിച്ചു തരാനുള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം. മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി തരുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു സിറ്റുവേഷൻ യോജിക്കുന്ന രീതിയിൽ നമ്മളുടെ ഒരു എനർജിനെ ഒന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് ബൂസ്റ്റപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഒരു എലമെന്റ് ആയിട്ട് അല്ലെ, ഇത്തരത്തിൽ പല കാര്യങ്ങൾ നമുക്ക് മോട്ടിവേഷൻ റിലേറ്റഡ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഫസ്റ്റ് നമുക്കൊന്ന് കണക്കാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സ്വന്തം അച്ചീവ്മെന്റ്, നമ്മുടെ സ്വന്തം മാറ്റങ്ങൾ നമ്മൾ തന്നെ മനസ്സിലാക്കിയിട്ട് നമ്മൾക്ക് തന്നെ തോന്നുന്ന സെൽഫ് മോട്ടിവേഷൻ. നമുക്ക് നല്ല രീതിയിലുള്ള നോളജ് വരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനും പറയാനൊക്കെ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമ്മളിൽ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സെൽഫ് മോട്ടിവേഷനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ ഓൺ അച്ചീവ്മെന്റ് കണ്ടിട്ടോ അല്ലെങ്കിൽ ഓൺ മാറ്റങ്ങൾ പല രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾക്ക് തന്നെ വരുന്ന ഒരു മോട്ടിവേഷനാണ് സെൽഫ് മോട്ടിവേഷൻ. ഇത് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കുക. രണ്ടാമത്തെ കാര്യമാണ് ലീഡേഴ്സ് അച്ചീവ്മെന്റ്. അതായത് ലീഡേഴ്സിന്റെ അച്ചീവ്മെന്റ് ബേസ്ഡ് ആയിട്ട് നമ്മൾക്ക് തോന്നുന്ന മോട്ടിവേഷൻ. നമ്മളുടെ മെന്റർ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ, ഫൈനാൻഷ്യൽ ലൈഫിലായിക്കോട്ടെ, അല്ലെങ്കിൽ പല രീതിയിൽ അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾക്ക് വരുന്ന ഒരു സന്തോഷം, അല്ലെങ്കിൽ നമ്മൾക്കും അതിനെ പോലെയൊക്കെ ആകാൻ വേണ്ടിയിട്ട്, അത്തരത്തിലുള്ള അച്ചീവ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വെഹിക്കിൾ എടുക്കുന്നതാവാം, പല സാഹചര്യങ്ങളാവാം, ഒരു വീട് വെക്കുന്നതാവാം. അപ്പോൾ അതൊക്കെ നമ്മളിലേക്കും കൂടെ എത്തുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരുടെ അച്ചീവ്മെന്റിൽ നമ്മൾ സന്തോഷപ്പെടുന്നു എന്നുള്ളതാണ് ലീഡേഴ്സിന്റെ അച്ചീവ്മെന്റ് കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വേറൊരു ടൈപ്പ് മോട്ടിവേഷൻ. ഇതിൽ തന്നെ പെടുത്താവുന്ന മറ്റൊരു കാര്യമാണ് ലീഡേഴ്സ് ടോക്ക് എന്ന് പറയുന്നത്. അതായത് അച്ചീവ്മെന്റ് നേടിയിട്ടുള്ള ഒരു ലീഡർ, അല്ലെങ്കിൽ അച്ചീവ്മെന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലീഡർ, അല്ലെങ്കിൽ ഇതൊക്കെ പോട്ടെ, നിങ്ങളുടെ കമ്പനിയിൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ മാനേജ്മെന്റ് ഭാഗത്തു നിന്നോ പല കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പല സംവിധാനങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുമ്പോഴോ പറയുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു സന്തോഷത്തിനെയാണ് ഈ പറയുന്ന ടോക്കിലൂടെ കിട്ടുന്ന ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ ആ ഒരു വ്യക്തി ഒരു രീതിയിൽ അച്ചീവ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, പക്ഷെ നല്ല രീതിയിൽ അച്ചീവ് ചെയ്യിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ടിപ്പുകൾ, അല്ലെങ്കിൽ നിങ്ങളെ ഭയങ്കര ത്രില്ലിംഗ് ആക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റോറീസ്, അല്ലെങ്കിൽ വളരെ രസിപ്പിക്കുന്ന രീതിയിൽ തമാശയോട് കൂടി പല കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാവാം. അപ്പോൾ ഇതൊക്കെ ലീഡേഴ്സിന്റെ ടോക്കിൽ നിന്ന് കിട്ടുന്ന നമ്മൾക്കൊരു മോട്ടിവേഷനായിട്ട് കണക്കാക്കാം. മറ്റൊരു കാര്യമാണ് കമ്പനി അപ്ഡേറ്റ്സ്. കമ്പനിയുടെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നു, ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് തരുന്നു, പ്രൊഡക്റ്റിന്റെ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ കമ്പനി ഒരുപാട് വളരുന്നുണ്ട്, കമ്പനി ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുമ്പോൾ ആ കമ്പനിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന നമ്മൾക്ക് ഇതുപോലെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഒരുപാട് പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ പല കാര്യങ്ങളും കമ്പനിയുടെ അപ്ഡേറ്റിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അതൊരു ടൈപ്പ് ഓഫ് മോട്ടിവേഷനായിട്ട് നമുക്ക് കണക്കാക്കാം. മോട്ടിവേഷൻ എന്നുള്ള ഭാഗത്ത് ഇത്രയധികം കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളതെങ്കിൽ പോലും ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു പോയിന്റ് തന്നെയാണ് ഏറ്റവും അടിസ്ഥാനമായിട്ട് നമുക്ക് വേണ്ട എപ്പോഴും നിലനിൽക്കുന്ന മോട്ടിവേഷൻ എന്ന് പറയുന്നത് സെൽഫ് മോട്ടിവേഷൻ ആണ്. നമ്മളുടെ മാറ്റങ്ങൾ, അതിപ്പോൾ ഫൈനാൻഷ്യൽ ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ഫിസിക്കൽ അച്ചീവ്മെന്റ് ആയിക്കോട്ടെ, നമ്മുടെ ടോക്ക് ആയിക്കോട്ടെ, നമ്മുടെ പേഴ്സണാലിറ്റി ആയിക്കോട്ടെ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആയിക്കോട്ടെ, നമ്മളുടെ പേഴ്സണൽ ലൈഫിനെ നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് നെറ്റ്വർക്കിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളുടെ ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ അച്ചീവ്മെന്റ് തന്നെ കണ്ടുകൊണ്ട് നമ്മൾക്ക് വരുന്ന ഒരു മോട്ടിവേഷനാണ് സെൽഫ് മോട്ടിവേഷൻ. അതൊരിക്കലും തന്നെ കെട്ടുപോകാത്തൊരു തീയായിട്ട് അവിടെ നിൽക്കും. ഇപ്പോൾ ലീഡേഴ്സ് എന്തെങ്കിലും പറയുന്ന കാര്യങ്ങളോ, ലീഡേഴ്സിന്റെ അച്ചീവ്മെന്റോ, ഇനി കമ്പനിയുടെ അപ്ഡേറ്റോ കാര്യങ്ങളോ എന്തോ ആയിക്കോട്ടെ, ബാക്കിയുള്ളതെല്ലാം തന്നെ ഔട്ടർ മോട്ടിവേഷൻ എന്നുള്ള ഒരൊറ്റ കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താം. പക്ഷേ സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ അതെന്നും കൂടെ നിൽക്കുന്ന, നമ്മുടെ തന്നെ മാറ്റം, അത് നമ്മുടെ തന്നെ റിയാലിറ്റിയിലേക്ക് നമുക്ക് അത്രയും കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, എന്നും നിലനിൽക്കുന്ന മോട്ടിവേഷൻ ആയിരിക്കും.
രണ്ടാമതായിട്ടുള്ള ഒരു ഭാഗമാണ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യമേ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ചില വരികൾ ഇതാണ്. നിങ്ങൾക്കെല്ലാം അറിയുന്ന ഒരു കാര്യമാണ്, കുഞ്ഞുണ്ണി മാഷ് നമ്മളൊക്കെ പഠിപ്പിച്ചു തന്നൊരു വരികളാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലേൽ വളയും. അല്ലെ, ഇത്തരത്തിലുള്ള വരികൾ അദ്ദേഹം നമ്മളിലേക്ക് വർഷങ്ങളായിട്ട് നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്ത് കിടപ്പാണ്. അപ്പൊ എന്താ അദ്ദേഹം ഉദ്ദേശിച്ചത്? എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് അതിനൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. പഠിത്തം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾക്ക് എന്താക്കാൻ വേണ്ടി പറ്റും? മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റും. അത്യാവശ്യം കുഴപ്പമില്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു പോകാൻ വേണ്ടി പറ്റും. പക്ഷേ നമ്മൾ നിൽക്കുന്ന ഇൻഡസ്ട്രിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കിയിട്ടല്ല നിങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ ഒരു സമയമാകുമ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കയറാൻ വേണ്ടി പറ്റില്ല, മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയിലേക്ക് ഒരു സമയമാകുമ്പോൾ എത്തപ്പെടും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ വലിയ അച്ചീവ്മെന്റ് നേടിയെടുക്കാനും പറ്റും. ഇതാണ് നമ്മൾ ആ ഒരു വരികളിൽ നിന്ന് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു സാരാംശം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എഡ്യൂക്കേഷനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ നിൽക്കുന്ന മേഖലയെ ഇപ്പോഴത്തെ സെയിൽസും മാർക്കറ്റിങ്ങും റിലേറ്റഡ് ആയിട്ട് എങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ട് ആ സെയിൽസും മാർക്കറ്റിങ്ങിനെ നമ്മുടെ ഡയറക്റ്റ് സെല്ലിംഗിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളത് ആലോചിക്കുന്നിടത്താണ് അടുത്ത നെറ്റ്വർക്കിന്റെ ഒരു ഫ്യൂച്ചർ ഉള്ളത്. അല്ലാതെ പണ്ട് പഠിച്ച കാര്യങ്ങൾ തന്നെ, പണ്ട് ഫോളോ ചെയ്ത കാര്യങ്ങൾ തന്നെ ഫോളോ ചെയ്തിട്ട് പുതിയ റിസൾട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റ്, ഇപ്പോഴത്തെ അപ്ഡേഷൻ, ഇപ്പോഴത്തെ ട്രെൻഡ്, ആ ഒരു മാർക്കറ്റിംഗ് സംവിധാനം, ആ ഒരു സിസ്റ്റത്തെ നമ്മളുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മളുടെ ടീമിൽ ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ആളുകൾക്ക് മാത്രമേ നാളെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ കിട്ടുകയുള്ളൂ. അപ്പോൾ എഡ്യൂക്കേഷനും അപ്ഡേഷനും ഒക്കെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അല്ലാതെ ബാക്കിയുള്ള മോട്ടിവേഷൻ അല്ല. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ ഭാഗത്ത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായത്. അതായത് എഡ്യൂക്കേഷനിലൂടെയാണ് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. എൻ്റെ അഭിപ്രായത്തിലല്ല, ലൈഫിൽ വിജയിച്ച പല ആളുകളുടെ എക്സ്പീരിയൻസ് നോക്കുന്ന സമയത്തും അങ്ങനെ തന്നെയാണ്. ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ വലിയ ഡിഗ്രി PG എടുക്കുക അങ്ങനെയുള്ള ഒരു കാര്യം, ആ ഒരു രീതിയിൽ എഡ്യൂക്കേഷൻ അല്ല ഉദ്ദേശിച്ചത്. മാർക്കറ്റ് എന്താണോ, നമ്മൾ നിൽക്കുന്ന ബിസിനസ് എന്താണോ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അപ്ഡേറ്റ് ആയിട്ടുള്ള ആ ഒരു പ്രാക്ടിക്കൽ എഡ്യൂക്കേഷനാണ് നമ്മൾക്ക് തീർച്ചയായിട്ടും വേണ്ട ഒരു കാര്യം. നേരെ മറിച്ച് കമ്പനിയുടെ പ്രൊഡക്റ്റുകളും കമ്പനിയുടെ പ്ലാനും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് ഇന്ന് നമ്മളുടെ സിലബസിൽ എല്ലാ ഡയറക്റ്റ് കമ്പനികൾ ഓൾമോസ്റ്റും ചെയ്തു പോകുന്നത്. അപ്പോൾ അത് വേണ്ട ലിബിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണം. അതിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണോ, ബാക്കിയുള്ള മാർക്കറ്റിനും ബാക്കിയുള്ള സെയിൽസും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ട്. മുമ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 വർഷം ബാക്കൊക്കെ നമ്മൾ അധികം യൂട്യൂബിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക, ആദ്യം കമ്പനിയുടെ പ്രൊഡക്റ്റ് പ്ലാന് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് ഒരു അവയർനെസ് ഉണ്ടാവണം, നല്ല രീതിയിൽ പഠിക്കേണ്ടത് അതാണ്, എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള സെയിൽസും മാർക്കറ്റിങ്ങും റിലേറ്റഡ് ആയിട്ട് പോയാൽ മതി എന്നായിരുന്നു ആദ്യത്തെയൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുക. അപ്പോൾ അതിപ്പോൾ ഒരു 3 വർഷമൊക്കെ ഇങ്ങോട്ടേക്ക് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് കമ്പനിയുടെ പ്ലാനും പ്രൊഡക്റ്റും ഡീറ്റെയിൽസ് ഒക്കെ പഠിക്കാൻ വേണ്ടി നമുക്ക് നിസ്സാര സമയം മതി. പക്ഷേ ഈ ഇൻഡസ്ട്രീനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നിലവിലുള്ള സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് രംഗങ്ങളെ കുറിച്ചിട്ടും കുറേ കാര്യങ്ങളെ കുറിച്ചിട്ട് അപ്ഡേറ്റ് ആവുക, അതിൻ്റെ സ്കില്ലുകൾ നേടിയെടുക്കുക, ഇതാണ് വളരെ ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഒരു ബിഗിനർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങൾ കമ്പനിയും പ്ലാനും പ്രൊഡക്റ്റും റിലേറ്റഡ് ആയിട്ട് കൊടുക്കണം. പക്ഷേ അതിനേക്കാൾ പ്രയോറിറ്റി ആ ബിസിനസ് അവന് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ, ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് സംവിധാനങ്ങൾ, ഇപ്പോഴത്തെ സെയിൽസിൻ്റെ ട്രെയിനിങ്ങുകൾ, കാര്യങ്ങൾ ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ ഇനി അടുത്തൊരു ലെവൽ ജനറേഷന് തീർച്ചയായിട്ടും നെറ്റ്വർക്കിൽ ശോഭിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഇതാണ് എൻ്റെ അവസാനമായിട്ട് ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് പറയാനുള്ള വാക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.